നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 5ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ നമ്മൾ BNSSന്റെ ഒരുപാട് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ എക്സാം അടുത്തു കഴിഞ്ഞു. ജൂൺ ജൂലൈയിലൊക്കെ ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അത്രയും സമയം, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയായി, ഫെബ്രുവരി ആയല്ലേ, ഫെബ്രുവരി ആയി. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഏകദേശം ഒരു 4 മാസം 5 മാസമൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ കൃത്യമായി നിങ്ങളുടെ സമയം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ ഓരോ മിനിറ്റിനും നിങ്ങളുടെ ജീവിതത്തിന്റെ വിലയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. വെറുതെ കളിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിർത്തിക്കോളൂ, കാര്യമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇതൊരു ലക്ഷ്യമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അറസ്റ്റ് ഓഫ് പേഴ്സൺസ്, അല്ലെങ്കിൽ വ്യക്തികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വ്യക്തികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ അധ്യായം ഏത് എന്ന് ചോദിച്ചാൽ അധ്യായം 5 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ വ്യക്തികളുടെ അറസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ അധ്യായം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രാമത്തെ അധ്യായമാണെന്ന് പറയണം? 5ാമത്തെ അധ്യായത്തിനകത്താണ് വ്യക്തികളുടെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അധ്യായം 5ൽ പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷൻസ്, അല്ലെങ്കിൽ വ്യക്തികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അറസ്റ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷൻസ് എത്ര മുതൽ എത്ര വരെയാണ്? 5ാമത്തെ അധ്യായത്തിലെ സെക്ഷൻ 35 മുതൽ 61 വരെയുള്ള സെക്ഷൻസിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള BNSSലെ വകുപ്പ് ചോദിച്ചാൽ, അല്ലെങ്കിൽ അധ്യായം ചോദിച്ചാൽ അധ്യായം 5 ആണെന്ന് മനസ്സിലാക്കുക. അധ്യായം 5ലെ ഏതൊക്കെ സെക്ഷൻസ് ആണ്? 35 മുതൽ 61 വരെയുള്ള സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ പറയുന്ന സെക്ഷൻസിനകത്താണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഒരു വ്യക്തിയുടെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ക്ലാസ് കാണുന്ന എല്ലാവരും കൃത്യമായി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ക്ലാസ് കാണുന്ന എല്ലാവരും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതനുസരിച്ച് എന്റെ ക്ലാസിന്റെ വേഗതയും, അല്ലെങ്കിൽ എന്റെ ക്ലാസ് നിങ്ങൾക്ക് തരുന്ന ഇന്റൻസിറ്റി അത് കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം പഠിക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 35 ആണ്. എന്താണ് സെക്ഷൻ 35? വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴൊക്കെ വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്ത്? സെക്ഷൻ 85. എന്താണ്? വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്, അല്ലെങ്കിൽ വാറണ്ട് ഇല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്ന് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് BNSSലെ സെക്ഷൻ 35 ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വാറണ്ട് ഇല്ലാതെ പോലീസിനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാമെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സെക്ഷൻ 35 പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും വാറണ്ട് ഇല്ലാതെയോ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് BNSSലെ സെക്ഷൻ 35 ഒന്നാണ്. BNSSലെ സെക്ഷൻ 35ാമത്തെ സെക്ഷനിലെ 1ാമത്തെ ക്ലോസിൽ പറയുന്നത് എന്താണ്? ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും വാറണ്ട് ഇല്ലാതെയോ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയോ എപ്പോഴൊക്കെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാനായി സാധിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് BNSSലെ സെക്ഷൻ 35 1. അപ്പൊ നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്കറിയാം, നിലവില് നമ്മുടെ ചാനലില് നമ്മുടെ ഈ പറയുന്ന CPOയുടെയും അതുപോലെ തന്നെ WCPOയുടെയും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ബാച്ചസിലോട്ട് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 600 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. 9961169272. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിൽ എന്ത് ചെയ്യുക? വാട്സപ്പില് പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഈ നമ്പറിലേക്ക് വിളിക്കരുത്, ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ഇനിയിപ്പോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പോലീസും എക്സൈസും ഫയർഫോഴ്സും വരാൻ പോകുന്ന BFOയും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന് 999 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. അപ്പൊ ഏത് ബാച്ചാണ് ആവശ്യം, ഫോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏത് ബാച്ച് വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും എപ്പോഴൊക്കെയാണ് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്നാമത്തെ കണ്ടീഷനിൽ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തി കൊഗ്നിസിബിൾ കുറ്റം ചെയ്താൽ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൊഗ്നിസിബിൾ കുറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ നോൺ കൊഗ്നിസിബിൾ കുറ്റങ്ങളുണ്ട്. എന്താണ് ഈ കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, അവിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായി സാധിക്കും. ദാറ്റ് മീൻസ് ആ കുറ്റം എന്തായിരിക്കും, ചെറിയ കുറ്റമായിരിക്കോ വലിയ കുറ്റമായിരിക്കോ, അതൊരു വലിയ ഇന്റൻസിറ്റി കൂടിയ കുറ്റകൃത്യമായിരിക്കും അല്ലെ. ഒരു ഇന്റൻസിറ്റി കൂടിയ കുറ്റകൃത്യമായിരിക്കും കൊഗ്നിസിബിൾ കുറ്റം. അതുകൊണ്ട് തന്നെ ഒരു പോലീസിന്റെ ഫ്രണ്ടിൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കത്തി വെച്ച് കുത്താൻ ശ്രമിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം, അവനെ വാറണ്ട് ഒന്നും ഇല്ലാതെ തന്നെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 7 വർഷത്തിൽ കുറഞ്ഞതോ 7 വർഷം വരെ ആകുന്നതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ പിഴയോട് കൂടിയോ അല്ലാത്തതോ ആയിട്ടുള്ള ശിക്ഷ ലഭിക്കാവുന്ന കൊഗ്നിസിബിൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസനീയമായിട്ടുള്ള പരാതിയോ വിവരമോ ലഭിക്കുകയോ ബലമായ സംശയം ഉണ്ടാകുകയോ ചെയ്താൽ ചുവടെ പറയുന്ന സാഹചര്യങ്ങളിൽ വാറണ്ട് ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാല് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പില് കൊഗ്നിസിബിൾ കുറ്റം അല്ലെ, കൊഗ്നിസിബിൾ കുറ്റം ചെയ്താൽ അവിടെ എന്ത് ചെയ്യാം, പോലീസിന് വാറണ്ട് ഒന്നും വേണ്ട, അവനെ കൈയോടെ തൂക്കിയെടുത്തുകൊണ്ട് പോവാം. എന്താണ് അവിടെ പറയുന്ന കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറയുമ്പോഴത്തേക്കും 7 വർഷത്തിൽ കുറഞ്ഞതോ അല്ലെങ്കിൽ 7 വർഷം വരെ ആകുന്നതോ ആയിട്ടുള്ള ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു കുറ്റകൃത്യം ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസനീയമായിട്ടുള്ള പരാതിയോ വിവരമോ ലഭിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഇത്രയും ഒരു ഇന്റൻസിറ്റി കൂടിയ ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെന്നുള്ള ബലമായ സംശയം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായാൽ ആ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. മക്കളെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു പോലീസിന്റെ ചിന്തയിൽ അല്ലെങ്കിൽ ഒരു പോലീസിന്റെ മൈൻഡ് സെറ്റിൽ നമ്മൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കണ്ടീഷൻ നമ്മൾ ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളായി ഞാൻ പറഞ്ഞതാണ്. എന്റെ മുന്നിൽ വെച്ച്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, എന്റെ മുന്നിൽ വെച്ച് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു കൊഗ്നിസിബിൾ കുറ്റമാണ് നടന്നത് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു തെളിവ് നമുക്കുണ്ട്, വിശ്വസനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിലുണ്ട്. ബലമായിട്ടുള്ള സംശയം നമുക്കറിയാം അവൻ തന്നെയാണ് കുത്തിയെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ പരാതി, ആ കുത്തിയ വ്യക്തി നമുക്ക് പരാതിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാറണ്ട് വേണോ? വാറണ്ട് വേണ്ട. കാര്യം എന്താണ്, അവിടെ വാറണ്ട് ഒപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ രാജ്യം വിടാൻ അല്ലെങ്കിൽ സംസ്ഥാനം വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണ്ട, വാറണ്ട് വേണ്ട. വാറണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ക്ലാസ് ഇത്രയും പതുക്കെ, ഇത്രയും സ്ലോയിൽ വളരെ കുറച്ച് ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. നിങ്ങൾ കമന്റ്സ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ, അതോ ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുന്നതാണോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറിയിക്കുക. അതുപോലെ തന്നെ ആ വ്യക്തിക്ക്, ഈ പറയുന്ന ഒരു പ്രസ്തുത വ്യക്തിക്ക് കൂടുതലായി എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, എനിക്കറിയാം എന്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നവൻ കയ്യിൽ ഒരു കത്തിയും കൊണ്ടാണ് പോകുന്നത്, അവന് നല്ല ദേഷ്യമുണ്ട്, അവന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഉന്നം വെച്ചാണ് നടക്കുന്നത്, എനിക്കറിയാം അവനെ കുത്താനാണ് പോകുന്നതെന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുത്തിയതിന് ശേഷം ഞാൻ പോയി അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നല്ലതാണോ? അല്ല. അപ്പോ കൂടുതലായി ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ എന്ത് വേണ്ട, വാറണ്ടിന്റെ ആവശ്യം ഇല്ല. അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന്റെ ശരിയായ അന്വേഷണത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, അവൻ നടക്കുകയാണ്, അവന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു കത്തിയുണ്ട്. ഇതിപ്പോ ഒരു കത്തിയാണെന്ന് വെക്കുക കേട്ടോ, പോട്ടെ ഇതൊരു കോടാലിയാണെന്ന് വെക്കുക, ഒരു കോടാലി അവന്റെ കയ്യിലുണ്ട്, ഫ്രണ്ടിൽ ഒരുത്തൻ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കോടാലി കൊണ്ട് പോകുന്നത് മരം വെട്ടാനല്ല, ഇവന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവനെ എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, കുറ്റകൃത്യത്തിന്റെ ശരിയായ അന്വേഷണത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. അവിടെ വാറണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാല് ചിലപ്പോ എന്ത് ചെയ്യും, ഇവന്റെ കഴുത്ത് അവിടെ കാണത്തില്ല, കഴുത്ത് തറയിൽ കിടന്നു വിട്ടുള്ളൂ അല്ലെ. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ആ വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ, ഒരു കുറ്റകൃത്യം ചെയ്തു, നമുക്കറിയാം ഈ പറഞ്ഞ ഇവനാണ് എന്ത് ചെയ്യുന്നത്, ഈ വ്യക്തിയെ വെട്ടിക്കൊന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഇവനെ
പക്ഷേ ഞാൻ ആ കുറ്റകൃത്യം കണ്ടില്ല. അപ്പോൾ എനിക്ക് സംശയമുണ്ട് ഇവനാണ് ചെയ്തതെന്നുള്ള കാര്യം സംശയമുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. കാര്യം എന്താണ്, നമുക്കറിയാം വാറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ ഇവൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ കോടാലി ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവൻ അവിടെ നിന്ന് മുങ്ങാനോ ഒക്കെ സാധ്യതയുണ്ട്. തെളിവ് നശിപ്പിക്കാൻ, തെളിവ് ടാമ്പർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രസ്തുത വ്യക്തിയെ നമുക്ക് അവിടെ വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി കേസിന്റെ വസ്തുതകൾ അറിയാവുന്ന മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ അത്തരം വസ്തുതകൾ കോടതിയിലോ പോലീസ് ഉദ്യോഗസ്ഥനോടോ വെളിപ്പെടുത്തുന്നതിൽ നിന്നും തടയാനായി ഏതെങ്കിലും പ്രേരണയോ ഭീഷണിയോ വാഗ്ദാനമോ നടത്തുന്നെന്ന് കണ്ടാൽ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന വ്യക്തി ഇവനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൊലപാതകം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തത് ഈ ഒരു വ്യക്തിയാണ്. ഇവൻ ആളിത്തിരി ഇൻഫ്ലുവൻഷ്യൽ ആണ്, ഇവന് കുറച്ച് പിടിപാടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇവൻ ഈ പറയുന്ന സാക്ഷിയെ ഭീഷണിപ്പെടുത്താനോ ആ സാക്ഷിക്ക് പണം വാഗ്ദാനം ചെയ്യാനോ സാക്ഷിക്ക് എന്തെങ്കിലും ഒരു ഈ ഒരു തെളിവ് വെളിപ്പെടുത്തുന്നതിൽ നിന്നും സാക്ഷിക്ക് എന്തെങ്കിലും ഒരു പ്രേരണ കൊടുക്കാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഇവൻ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വാറണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്യാനേ കഴിയും. കാര്യം എന്താണ്, അവിടെ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തെളിവ് മാറ്റാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ വാഗ്ദാനം പെടുത്തിയോ ഒക്കെ എന്ത് ചെയ്യാൻ തെളിവുകൾ മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായി കഴിയുമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന BNSSലെ അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 35 പറയുന്നത്. അതാണ് വാറണ്ട് ഇല്ലാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്കിതൊക്കെ ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെറുതായിട്ട് നമ്മുടെ ഒരു കോമൺ സെൻസ് അവിടെ ഉപയോഗിച്ചാൽ മതി, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അല്ലെ. അപ്പോ അത്തരമൊരു വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന കാരണത്താല് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആവശ്യമായ സമയത്ത് ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരുമെന്ന് തോന്നിയാൽ, അവനെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പൊ കായങ്ങളും കൊച്ചുണ്ണിയുണ്ട്, അവൻ കള്ളനാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന കായങ്ങളും കൊച്ചുണ്ണിയെ കണ്ണിന് മുമ്പിൽ കാണുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പറയാണ്, മിസ്റ്റർ കൊച്ചുണ്ണിയേട്ടാ നിങ്ങളൊരു 10 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റേഷനിൽ വരുമോ എന്ന് നമുക്ക് വിളിച്ചു പറഞ്ഞാൽ കൊച്ചുണ്ണി 10 മണിക്ക് സ്റ്റേഷനിൽ വരുമോ? ഇല്ല. കായങ്ങളും കൊച്ചുണ്ണി എന്ത് ചെയ്യും, കിട്ടിയ സമയം കൊണ്ട് അവൻ രാജ്യം വിടും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്താണ്, ആ പ്രസ്തുത വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരുമെന്നൊരു തോന്നൽ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായി കഴിയും. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഓക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരമൊരു അറസ്റ്റ് നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അതിന്റെ കാരണങ്ങൾ രേഖാമൂലം രേഖപ്പെടുത്തേണ്ടതാണ്. വെറുതെ ചുമ്മാ കണ്ണി കാണുന്നവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യണം, പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ രേഖാമൂലം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് രേഖാമൂലം അടയാളപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല ഈ ഉപവകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു വ്യക്തിയുടെ അറസ്റ്റ് ആവശ്യമില്ലാത്ത എല്ലാ കേസിലും പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ രേഖാമൂലം രേഖപ്പെടുത്തേണ്ടതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി എന്ത് ചെയ്യണം, അതിനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം അല്ലെ. അപ്പോ ഇതിൽ പറയുന്നത് 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ എന്താണ് ഒരു കൊഗ്നിസിബിൾ കുറ്റം ചെയ്തു എന്നുള്ള ഒരു തെളിവ് നമുക്കുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചെയ്തതായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വാസയോഗ്യമായിട്ടുള്ള വിവരം ലഭിച്ചാൽ ആ ഒരു പ്രസ്തുത വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സംഹിത പ്രകാരമോ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം, എന്താണ് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഒരു വ്യക്തിയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ ഒരു പ്രസ്തുത വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനേ കഴിയില്ലേ. സർക്കാർ ഒരുത്തന്നെ കുറ്റവാളിയായിട്ട് കൺസിഡർ ചെയ്യാണ്. വീരപ്പൻ, ഇപ്പൊ വീരപ്പൻ എക്സാമ്പിൾ ആയിട്ട് വീരപ്പനെ പറയാം അല്ലെ. അപ്പൊ വീരപ്പൻ എന്ന് പറഞ്ഞ ഒരാള് നമുക്കറിയാം, വീരപ്പൻ. അപ്പൊ വീരപ്പൻ എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യനെ നമുക്ക് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, നമുക്കറിയാം വീരപ്പൻ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം വീരപ്പൻ ആരാണ്, വീരപ്പൻ ഒരു കുറ്റവാളിയാണ്. വീരപ്പൻ കുറ്റവാളിയാണെന്ന് ആര് പറഞ്ഞു, സർക്കാർ പറഞ്ഞു. അപ്പൊ സർക്കാർ പറഞ്ഞ ഈ ഒരു വീരപ്പനെ ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ വീരപ്പനോട് പറയണം, മക്കളെ വീരപ്പ നീ എന്ത് ചെയ്യുക, 2 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞാൽ വീരപ്പൻ വരുമോ? വീരപ്പൻ വരത്തില്ല. അപ്പൊ വീരപ്പൻ എന്ത് ചെയ്യണം, കണ്ണി കാണുമ്പോൾ തന്നെ വീരപ്പനെ അറസ്റ്റ് ചെയ്യണം അല്ലെ. അതാണ് പറയുന്നത്, സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റവാളിയായി കണ്ടാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് വാറണ്ട് വേണോ? വാറണ്ട് വേണ്ട. ഒരു വ്യക്തിയുടെ കൈവശം കളവ് മുതലാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വസ്തു കാണപ്പെടുകയും അത് അയാൾ മോഷ്ടിച്ചതാണെന്ന് ന്യായമായി സംശയപ്പെടുകയും ചെയ്താൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇപ്പൊ എന്റെ കൈവശം ഒരു ഐഫോൺ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഐഫോണ് ഞാൻ മോഷ്ടിച്ചതാണെന്ന് പോലീസിന് അറിയാം, അതിനുള്ള തെളിവും പോലീസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനോട് പോലീസിന് വാറണ്ട് വേണോ? വാറണ്ട് വേണ്ട.
അതുപോലെ തന്നെ ഒരു വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയോ നിയമപരമായ കേസിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പോലീസിന്റെയൊക്കെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ എന്താണ് പോലീസ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് പോലീസിന്റെ അടുത്ത് പറയാണ് സീറ്റ് ബെൽറ്റ് ഇട്ടോ മറ്റേതിട്ടോ എന്നൊക്കെ ചോദിച്ചാൽ പോലീസ് അത്യാവശ്യമായിട്ട് ആരെങ്കിലും പിടിക്കാൻ പോവുകയായിരിക്കും. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്താണ്, അവിടെ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയാണ്. അവിടെ വാറണ്ട് പോലും വേണ്ട അറസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്നതിന് മുന്നേ രണ്ടു വട്ടം ചിന്തിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായി സാധിക്കുന്നതാണ്. കൂടാതെ ഒരു വ്യക്തി യൂണിയനിലെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിയതാണെന്ന് ന്യായമായി സംശയിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സംഭവം നമ്മുടെ ആർമി, ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ നമ്മുടെ CRPF, ITBP, അതുപോലെ തന്നെ നമ്മുടെ BSF, ഇതൊക്കെ എന്താണ്, നമ്മുടെ യൂണിയനിലെ സായുധ സേനകളാണ്. ഇതിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങി ഓടാൻ പറ്റൂല. ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി യൂണിയനിലെ ഏതെങ്കിലും ഒരു സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിയ ആളാണെന്ന് ന്യായമായി സംശയിക്കപ്പെട്ട എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. ഇതിന്റെ ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തി, ഞാനിപ്പോ ഇന്ത്യൻ ആർമിയിലെ ആളാണ്, ആർമിയിലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നെ ഇപ്പൊ കാശ്മീരിൽ പോസ്റ്റ് ചെയ്തു, എനിക്ക് തണുപ്പൊന്നും കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യ, ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത ട്രെയിൻ പിടിച്ച് എന്റെ നാട്ടിലോട്ട് വരെയാണ്, ഞാൻ പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടി. അങ്ങനെ ചെയ്താൽ ആദ്യം എന്നെ ആര് അറസ്റ്റ് ചെയ്യും, പോലീസ് അറസ്റ്റ് ചെയ്യും. പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് എന്നെ പോലീസിന്റെ ജയിലിൽ കൊണ്ട് കുറച്ചു കാലത്തേക്ക് ഇട്ടേക്കും. അതിനുശേഷം എന്നെ ഈ പോലീസിന്റെ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നറിയാമോ, നമ്മുടെ ആർമിയിലെ ആൾക്കാർ വരും, ആർമി പോലീസ് വരും. ആർമിയിലെ ആൾക്കാർ വന്നിട്ട് എന്നെ വീണ്ടും എന്ത് ചെയ്യും, കോർട്ട് മാർഷൽ ചെയ്യും. എന്നിട്ട് കുറെ കാലം ആർമിയിലെ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി യൂണിയനിലെ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രസേനയിൽ നിന്ന് ഒളിച്ചോടിയതാണെന്ന് സംശയിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വാറണ്ട് ഇല്ലാതെ ഒരു പ്രസ്തുത വ്യക്തിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായി കഴിയുമെന്നാണ് എന്ത് ചെയ്യുന്നത്, BNSSലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ ഏത് സെക്ഷനകത്ത് പറയുന്നത്, സെക്ഷൻ 35 പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഇത്രയും നേരം പറഞ്ഞ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് എന്ത് ചെയ്യും, നമ്മുടെ കേരള PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഇത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പൊ രാമു എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യുന്നു, കേന്ദ്രസേനയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം കേന്ദ്രസേനയിൽ നിന്ന് ഒളിച്ചോടി. അദ്ദേഹത്തിനെ ഏത് വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ ഏതാണ്, BNSSലെ ആണ് കേട്ടോ. ഏതാണ്, BNSSലെ സെക്ഷൻ 35 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അറസ്റ്റ് ചെയ്യാനായി കഴിയും. അല്ലെങ്കിൽ ചോദിക്കും, അങ്ങനെ ഒളിച്ചോടിയ ഒരു വ്യക്തിയെ BNSSലെ സെക്ഷൻ 35 പ്രകാരം കേരള പോലീസ് വാറണ്ടോട് കൂടി അറസ്റ്റ് ചെയ്തു, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കും. അത് ശരിയാണോ തെറ്റാണോ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലേ. കാര്യം എന്താണ്, അവിടെ വാറണ്ട് വേണ്ട അല്ലെ. സംശയം, അങ്ങനെ ഒരു വ്യക്തി ഒളിച്ചോടിയാൽ അത് നമുക്കറിയാം അങ്ങനെ ഒരു വ്യക്തി ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ വാറണ്ട് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രസ്തുത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സിറ്റുവേഷനും മനസ്സിലാക്കി പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഘോര പ്രസംഗിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കാര്യങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 36 എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, അപ്പൊ 36 പറയുന്നത് അറസ്റ്റ് നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളും. ഓക്കെ, ചുമ്മാ ഒന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. യു ആർ അണ്ടർ അറസ്റ്റ്, ഹാൻഡ്സ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അതിനൊക്കെ എന്തുണ്ട്, നമ്മുടെ നീതി വ്യവസ്ഥ, നമ്മുടെ ന്യായ വ്യവസ്ഥ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇതിലെ ഓരോ നിയമം പഠിക്കുമ്പോഴും നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നിങ്ങളൊരു CPO ആണ്, നിങ്ങളൊരു WCPO ആണ് എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. അല്ലാതെ ഇതൊരു വലിയ ആനക്കാര്യമാണെന്ന് കണ്ടുകൊണ്ട് പഠിച്ചാൽ എല്ലാം എന്ത് തന്നെയാണ്, ആനക്കാര്യങ്ങൾ തന്നെയാണ്. സോ ഇതെന്ത് ചെയ്യുക, നമ്മളിത് ഫോളോ ചെയ്യേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോലീസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി എന്ത് ചെയ്യേണ്ടതാണ്, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യണം, ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണം. അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം കൃത്യമായി തയ്യാറാക്കിയിരിക്കണം. കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരംഗമോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ബഹുമാന്യനായ ഒരംഗമോ
ആ സാക്ഷിയെങ്കിലും അല്ലെങ്കിൽ ഒരു സാക്ഷിയെങ്കിലും എന്ത് ചെയ്യണം, ആ മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തണം. അപ്പൊ ഞാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ആ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഒരു ബഹുമാന്യനായ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഒരു അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാക്ഷിയെങ്കിലും എന്ത് ചെയ്യണം, കൃത്യമായി കണ്ട് ആ ഒരു മെമ്മോറാണ്ടം കാണിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും ഈ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവച്ചിരിക്കണം കേട്ടോ. കൃത്യമായി മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. ഈ അറസ്റ്റ് മെമ്മോറാണ്ടം എന്ത് ചെയ്യണം, ആ ഒരു പ്രദേശത്തിലെ ഒരു മാന്യനായ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ബഹുമാന്യനായിട്ടുള്ള ഒരു അംഗമോ സാക്ഷിയെങ്കിലും ആ ഒരു മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും ഈ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവച്ചിരിക്കണം. മാത്രം മതിയോ? പോരാ. മെമ്മോറാണ്ടം കുടുംബത്തിലെ ഒരു അംഗം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ അറസ്റ്റിനെ കുറിച്ച് അയാൾ നിർദ്ദേശിക്കുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കുന്നതിന് അയാൾക്ക് അവകാശമുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അറിയേണ്ടതാണ് അല്ലെങ്കിൽ അറിയിക്കേണ്ടതാണെന്ന് പറയുന്നത് 36ാമത്തെ വകുപ്പിലെ സി സെക്ഷനിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങൾക്കകത്തും പറയുന്നത്. എന്താണ് പറയുന്നത്? അറസ്റ്റ് നടത്തുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും കൃത്യമായി എന്ത് ചെയ്യണം, ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. ഇതൊക്കെ പറയുന്നത് ഏതിനകത്താണ്? BNSSലെ സെക്ഷൻ 36ലാണ് അല്ലെ. 35 നമ്മൾ പറഞ്ഞു, 36ആണ് പറയുന്നത്. അതിനകത്ത് ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അത് ആ പ്രദേശത്ത് ബഹുമാന്യനായ ഒരു അംഗം കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ആ മെമ്മോറാണ്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഒപ്പുവച്ചിരിക്കണം. മാത്രമല്ല കുടുംബത്തിലെ അംഗങ്ങളെ ആ ഒരു മെമ്മോറാണ്ടം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ, സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു പ്രസ്തുത കുറ്റവാളി സാക്ഷ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ എന്ത് ചെയ്യണം, കൃത്യമായി അറിയിച്ചിരിക്കണമെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 37 എന്ന് പറഞ്ഞാൽ എന്താണ് BNSSലെ 37? അതിൽ പറയുന്നത് ആരാണ് ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ, ആരാണ് ഒരു നിയുക്ത പോലീസ് ഓഫീസർ. ഓക്കെ, അപ്പോ ഏത് BNSSന്റെ വകുപ്പിലാണ് അല്ലെങ്കിൽ BNSSന്റെ ഏത് വകുപ്പിലാണ് ആരാണ് ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ആരാണ് ഒരു നിയുക്ത പോലീസ് ഓഫീസർ എന്ന് പ്രതിപാദിക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ കണ്ണു അടച്ച് പറയണം അത് ഏതാണ്? BNSSലെ സെക്ഷൻ 37ലാണ്. അതിൽ എന്താണ് പറയുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ശരിയായ വിവര മാനേജ്മെന്റും സുതാര്യതയും ഉറപ്പാക്കാൻ ഇനി പറയുന്ന വ്യവസ്ഥകൾ കൃത്യമായി നടപ്പിലാക്കണം. എല്ലാ ജില്ലയിലും എന്ത് വേണം? എല്ലാ ജില്ലയിലും സംസ്ഥാന തലത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം വേണം. ഒരു പോലീസ് കൺട്രോൾ റൂം അല്ലെ, ഒരു പോലീസ് കൺട്രോൾ റൂം വേണം. ഓക്കെ, എന്താണ് പറയുന്നത്? എല്ലാ ജില്ലയിലും എല്ലാ സംസ്ഥാന തലത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം വേണമെന്ന് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ഏതാണ്? BNSSലെ സെക്ഷൻ 37ആണ് അല്ലെ. എല്ലാ പോലീസ് ജില്ലയിലും അല്ലെങ്കിൽ എല്ലാ ജില്ലയിലും എല്ലാ സംസ്ഥാന തലത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം വേണമെന്ന് പറയുന്നത് എന്താണ്? BNSSലെ സെക്ഷൻ 37ആണ്. അതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ASI അല്ലെങ്കിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെങ്കിൽ ഒരു ASI റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ നിയോഗിക്കണം കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഒരു പോലീസ് സ്റ്റേഷനിൽ ആരുണ്ടാവണം? ഏറ്റവും കുറഞ്ഞത് ഒരു ASI എങ്കിലും ഉണ്ടായിരിക്കണം. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ പേരും വിലാസവും അതുപോലെ തന്നെ ചുമത്തിയ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. കൂടാതെ ആ വിവരങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ആ ജില്ലയിലെ അല്ലെങ്കിൽ ജില്ലാടിസ്ഥാനത്തിലും ഡിജിറ്റൽ മോഡലിൽ ഉൾപ്പെടെ എല്ലാ വിധത്തിലും പ്രാധാന്യത്തോടുകൂടി പ്രദർശിപ്പിക്കേണ്ടതാണ്. അതാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ ഈ അയ്യപ്പനും കോശിയുടെ സിനിമയില് നമ്മുടെ പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബിജു മേനോൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്താണ്, കമ്പ്യൂട്ടർ കയറിയോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് നമ്മൾ അറസ്റ്റ് ചെയ്തതിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന FIRും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് അല്ലെ, കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അങ്ങനെ രേഖപ്പെടുത്തിയാൽ ഈ പറയുന്ന FIRന്റെ കോപ്പി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കിട്ടും. മാത്രമല്ല എല്ലാ ആൾക്കും ഇത് അക്സസിബിളും ആണ് അല്ലെ. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്? 37 പറയുന്നത് എന്തായിരിക്കണം? ഒരു നിയുക്ത പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യം, എല്ലാ ജില്ലയിലും സംസ്ഥാനത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം വേണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ആര് വേണം? ഒരു ASI ഉണ്ടായിരിക്കണം. മിനിമം ഒരു ASI ഉണ്ടായിരിക്കണം. അദ്ദേഹം കൃത്യമായിട്ട് ഈ പറയുന്ന ഡേറ്റാസും ഡീറ്റെയിൽസും ഒക്കെ സൂക്ഷിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ മോഡൽ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അറസ്റ്റ് ചെയ്താൽ ആ വിവരങ്ങളൊക്കെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിരിക്കണമെന്ന് കൂടി പറയുന്നത് BNSSലെ സെക്ഷൻ 37ലാണ്. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിതൊന്നും വലിയ ടാസ്ക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഓർത്ത് പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 38 എന്ന് പറഞ്ഞാൽ എന്താണ് BNSSലെ സെക്ഷൻ 38?
ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശം. ഇതൊക്കെ നേരത്തെ CRPC-ക്കകത്ത് പഴയൊരു സെറ്റപ്പിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞാനതൊരു കമ്പാരിസൺ രീതിയിൽ പഠിപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ CRPC ചോദിക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ CRPC നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാനുള്ള സെക്ഷൻ BNSSലെ സെക്ഷൻ 38 എന്ന് പറഞ്ഞാൽ എന്താണ്? 38 എന്താണ് പറയുന്നത്? ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരു അഡ്വക്കേറ്റിനെ കാണാനുള്ള ഒരു കുറ്റവാളിയുടെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് BNSSലെ 38. എന്താണ്? ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് BNSSലെ സെക്ഷൻ 38 കാര്യം മനസ്സിലാക്കുക. പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശമുണ്ട്. അത് ഫുൾ ടൈം അല്ല എന്നുണ്ടെങ്കിൽ കൂടെ തന്നെ, ചോദ്യോത്തരവേളയുടെ മുഴുവൻ സമയത്തല്ല എങ്കിൽ കൂടെ തന്നെ എന്ത് ചെയ്യാൻ? അവിടെ ഒരു അഡ്വക്കേറ്റിനെ കാണാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന കുറ്റവാളിക്ക് അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ട്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? സെക്ഷൻ 38 പറയുന്ന ഒരു കാര്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള ഒരു വ്യക്തിയുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ അവകാശത്തെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 38. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ? ഞാനത് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ അതിൽ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അറസ്റ്റ് ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തികളുടെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 5 ഏത് മുതൽ ഏത് വരെ? 35 മുതൽ 61 വരെയാണ് ഇതിനകത്ത് പറയുന്നത് സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ 35 എന്ന് പറഞ്ഞാൽ എന്താണ്? വാറണ്ട് ഇല്ലാതെ പോലീസിന് എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം. കുറെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ ഓർമ്മയുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു 36 പറഞ്ഞ എന്താണ്? അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെ? അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളെയും കുറിച്ച് പറയുന്നത് 36 37 ഞാൻ പറഞ്ഞു എന്താണ് ഒരു നിയുക്ത പോലീസ് ഓഫീസർ, ആരാണ് ഒരു നിയുക്ത പോലീസ് ഓഫീസർ, എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത്? ഒരു പോലീസ് കൺട്രോൾ റൂം വേണം, മിനിമം ഒരു ASI എങ്കിലും വേണം അല്ലെ? പിന്നെ പറഞ്ഞു 38 പറഞ്ഞ കാര്യം എന്താണ്? ഒരു അഡ്വക്കേറ്റിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 38. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 39 എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എന്ത്? ഈ പറയുന്ന BNSSലെ സെക്ഷൻ 39 പറയുന്നത് പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഞാനിപ്പോ റോഡിൽ കൂടി നടന്നു പോവുകയാണ്. ഞാനൊരു സാധാരണക്കാരനാണ്, പക്ഷെ എനിക്ക് ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. മോൻ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ അല്ലെ? അപ്പൊ എനിക്ക് ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴത്തേക്ക് ഒരു പോലീസ് ജീപ്പ് എന്റെ ഫ്രണ്ടിൽ ഒന്ന് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നീ ആരുടെ? നിന്നെ ഇവിടെ നിന്ന് കണ്ടിട്ടില്ല, നിന്റെ പേരും അഡ്രസ്സും ഒക്കെ പറ. ഇന്ന് എന്ത് ചെയ്യാണ്? പോലീസ് ഉദ്യോഗസ്ഥനെ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ പേര് ഹരി എന്നല്ലേ? ഞാനിപ്പോ പറയാണ് എന്റെ പേര് രാമു, എന്റെ പേര് രാമു ആണ്. അപ്പൊ എന്റെ വീട് ഇപ്പൊ തിരുവനന്തപുരത്താണ്, പക്ഷെ ഞാൻ മാറ്റി പറയാണ് എന്റെ വീട് ഇപ്പോ തമിഴ്നാട്ടിലാണ്, എൻ പേര് രാമു, വീട് തമിഴ്നാടെന്ന് എന്ത് ചെയ്യുന്നു? ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് കള്ളം പറയും അല്ലെ? പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ സംശയമുണ്ട്, ഇവന്റെ പേര് രാമു അല്ല, ഇവന്റെ ഭാഷ കണ്ടാൽ തന്നെ അറിയാം, ഇവന് തമിഴ് പറഞ്ഞൂടെ, ഒരു കോപ്പ് പറഞ്ഞൂടെ എന്ന് ആര് പറയുന്നു? പോലീസ് ഉദ്യോഗസ്ഥന് കൃത്യമായി മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായി കഴിയും കേട്ടോ. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് BNSSലെ സെക്ഷൻ 39. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ കാര്യം ഓക്കെ ആയില്ലേ? ഇതിൽ പറയുന്ന മറ്റൊന്നുമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നിസിബിൾ കുറ്റം ചെയ്താലോ കുറ്റം ആരോപിക്കപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തി ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ തന്റെ തിരിച്ചറിയൽ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുകയോ വ്യാജമാണ് പറഞ്ഞതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയാലോ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് സിറ്റുവേഷൻ? എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഞാൻ ചുമ്മാ നടക്കുകയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് പോട്ടെ, ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നു, അവിടെ കൂടിയാണ് എന്നെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടത്. അപ്പോഴത്തേക്കും ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ പേര് രാമു, വീട് തമിഴ്നാടെന്ന് എന്ത് ചെയ്തു? ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന് ഡൗട്ട് ഉണ്ട്, ഇവന്റെ ഭാഷ കണ്ടാൽ തന്നെ അറിയാം ഇവൻ തമിഴനല്ല അല്ലെ? അപ്പൊ എന്റെ തമിഴ് കേട്ടപ്പോ തന്നെ പോലീസിന് മനസ്സിലായി ഇവന് തമിഴ് പറഞ്ഞുകൊണ്ട് ഒരു മണ്ണാങ്കട്ട അറിഞ്ഞിട്ടാന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെയുള്ളപ്പോ ആ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാനും അത് പറയുന്നത് എന്തിനങ്ങനെ അവൻ കള്ളം പറഞ്ഞു എന്ന് തെളിയിക്കാനും പോലീസ് ഉദ്യോഗസ്ഥനോട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഹിയർ മെൻഷൻഡ് ആസ് എന്താണ് പറഞ്ഞത്? പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് വ്യാജമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയാലോ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പ്രസ്തുത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് BNSSലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 39. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഇതിൽ പറയുന്ന മറ്റു രണ്ട് കാര്യം കൂടിയുണ്ട്. അത്തരം വ്യക്തിയുടെ യഥാർത്ഥ പേരും താമസ സ്ഥലവും കണ്ടെത്തി കഴിഞ്ഞാൽ
ആവശ്യമെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കാനായി ഒരു ബോണ്ടിലോ ജാമ്യത്തിലോ വിട്ടയക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കള്ളം പറഞ്ഞത് പോലീസിനോടുള്ള പേടി കൊണ്ടാണെന്ന് വെക്കാം. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിനി വേണ്ടാത്ത വള്ളിക്കെട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കള്ളം പറഞ്ഞു. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നതിനായിട്ട് ഒരു ബോണ്ടിലോ ജാമ്യത്തിലോ വിട്ടയക്കാനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ എന്നാൽ അത്തരത്തിലുള്ള വ്യക്തി ഇന്ത്യയിലല്ല താമസിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ജാമ്യക്കാരനെ അദ്ദേഹത്തിനായിട്ട് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഇതിനകത്ത് പറയുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇന്ത്യയിലല്ല, ഞാനൊരു ഫോറിനർ ആണെന്ന് വെച്ചോ. അപ്പോൾ ഞാനൊരു ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനല്ല, ഞാൻ താമസിക്കുന്ന അമേരിക്കയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ വിട്ടയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ജാമ്യക്കാരനെ കൂടി സബ്മിറ്റ് ചെയ്താലേ വിട്ടയക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് പറയുന്നത്. BNSSലെ സെക്ഷൻ 39 പറയുന്നത് എന്താണ്, പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിച്ച ആളുടെ അറസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 39. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ, പറഞ്ഞ കണ്ടന്റും ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 40. അപ്പൊ നമ്മൾ എവിടെ തുടങ്ങിയതാണ്, 35 തുടങ്ങി അല്ലേ. 35 പറയുന്ന കാര്യം എന്തായിരുന്നു, വാറണ്ട് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എപ്പോൾ അറസ്റ്റ് ചെയ്യാം, എങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നതാണ് 35. അതിനുശേഷം നമ്മൾ പറഞ്ഞു 36 എന്താണ്, അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളെയും കുറിച്ച് പറയുന്ന 36. 37 പറയുന്നത് ഹു ഈസ് എ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ, നിയുക്ത പോലീസ് ഓഫീസർ എന്ന് പറയുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അത് പറയുന്നതാണ് 37. 38 പറയുന്നത് എന്താണ്, ചോദ്യം ചെയ്യലിന്റെ സമയത്ത് അഡ്വക്കേറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശമാണ് 38. അടുത്ത 39 പറയുന്ന കാര്യം എന്താണ്, 39 പറയുന്നത് എന്താണ്, പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് 39. 40ാമത്തെ കാര്യം അല്ലെങ്കിൽ 40ാമത്തെ സെക്ഷനിൽ പ്രതിപാദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൈവറ്റ് അറസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രൈവറ്റ് അറസ്റ്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രൈവറ്റ് അറസ്റ്റ്. ഓക്കെ, എന്താണ് പ്രൈവറ്റ് അറസ്റ്റ്, സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 40. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക, ചോദ്യം വരും. എന്താണ് പ്രൈവറ്റ് അറസ്റ്റ്, എന്താണ് സ്വകാര്യ അറസ്റ്റ് എന്ന് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ചോദിച്ചാൽ അത് BNSSലെ സെക്ഷൻ 40 ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ അല്ലേടാ, ഓക്കെ അല്ലേ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിയെയും ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതും കൊഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു കുറ്റം തന്റെ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഞാനാണ്, അപ്പൊ എന്റെ മുമ്പിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വ്യക്തി ഇവന്റെ കയ്യിൽ കോടാലി ഇരിക്കുകയാണ്. ഓക്കെ, ഇവൻ കോടാലി വെച്ച് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു, കൊല്ലുന്നു. ഓക്കെ, ഈ കോടാലി വെച്ച് കൊല്ലുന്ന പോട്ടെ, അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്താണ്, അത്യാവശ്യം ജിമ്മനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവനെ സിമ്പിൾ ആയിട്ട് തലയ്ക്ക് അടിയും കൊടുത്ത് തന്നെ എടുത്തോണ്ട് വരാൻ പറ്റും അല്ലെ. അതാണ് പറഞ്ഞത്, കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിയെയും ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്ത കൊഗ്നിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യം എന്റെ മുമ്പിൽ വെച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവന്റെ കൈയും കാലും കെട്ടിക്കൊണ്ട് പോലീസിന്റെ മുമ്പിൽ കൊടുക്കാൻ പറ്റും. അതാണ് പ്രൈവറ്റ് അറസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു കൊഗ്നിസിബിൾ കുറ്റം നടക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുറ്റം തടഞ്ഞുകൊണ്ട് പ്രസ്തുത വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കാൻ കഴിയുന്നതിനെയാണ് ഈ പറയുന്ന പ്രൈവറ്റ് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വകാര്യ അറസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 40 ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സെക്ഷൻ 40 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അല്ലെങ്കിൽ അതിൽ പറയുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അറസ്റ്റിന് ശേഷം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, മെയിൽ നടപടിക്ക് വേണ്ടിയിട്ട് പ്രതിയെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലോ പോലീസ് സ്റ്റേഷനിലോ ഹാജരാക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഇപ്പൊ അവനെ അടിച്ചിട്ടു അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തു, ഒരു പ്രൈവറ്റ് അറസ്റ്റ് നടത്തി, 24 മണിക്കൂർ എനിക്ക് സ്റ്റേഷനിൽ വെച്ചേക്കാം അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ, പറ്റത്തില്ല. കൃത്യമായിട്ട് 6 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന സമയമൊക്കെ അവര് ചിലപ്പോൾ പരീക്ഷയിൽ മാറ്റി ചോദിക്കും. അപ്പൊ 6 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്തുത കുറ്റവാളിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ്. ഇപ്രകാരം സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റകൃത്യമാണ് ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയാൽ പ്രസ്തുത വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ് എന്ന് പറയുന്നത് സെക്ഷൻ 40 2-ലാണ്. ഓക്കെ, സബ്സെക്ഷൻ ആണ്. സെക്ഷൻ 40 2 പറയുന്നത് എന്താണ്, ഇപ്പൊ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി ചെയ്തത് ഒരു കൊഗ്നിസിബിൾ കുറ്റമാണ് അല്ലെങ്കിൽ എന്താണ്, ഒരു വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായാൽ എന്ത് ചെയ്യാൻ കഴിയും, പ്രസ്തുത അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന ഒരു കുറ്റവാളിയെ പോലീസ് ഉദ്യോഗസ്ഥന് കസ്റ്റഡിയിൽ വെക്കാനായിട്ട് കഴിയുന്നതാണ് അല്ലെ.
അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നോൺ കോഗ്നിസിബിൾ കുറ്റം ചെയ്തതായിട്ട് സംശയിക്കപ്പെടുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ തന്റെ തിരിച്ചറിയൽ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുകയോ അത് തെറ്റായി പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ അയാളെ സെക്ഷൻ 39 പ്രകാരം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നത് സെക്ഷൻ 43-ലാണ്. ഓക്കെ, അത് ഇതിനകത്ത് കയറി വന്നതാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കുക നിങ്ങളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചറിയൽ വിവരം എന്ത് ചെയ്യുന്നു, തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ, ഞാൻ വെറുതെ നടന്നു പോകുമ്പോഴത്തേക്കും പോലീസിന്റെ അടുത്തൊന്ന് പേരും വിലാസം ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ എന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന സെക്ഷൻ 39 പ്രകാരം അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 43 എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വ്യക്തി ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണമില്ലെങ്കിൽ അയാളെ ഉടനെ വിട്ടയക്കേണ്ടതാണ്. അപ്പൊ ഞാനിപ്പോ സപ്പോസ് പോലീസ് ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ പേടി കൊണ്ടാണെന്ന്, അല്ലെങ്കിൽ പേര് മാറ്റി പറഞ്ഞത് എന്റെ പേടി കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അപ്പൊ തന്നെ എന്ത് ചെയ്യണം, പറഞ്ഞു വിടണമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്രൈവറ്റ് അറസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 40-ലാണ്. അതിൽ പറയുന്ന കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു കൊഗ്നിസിബിൾ കുറ്റം നമ്മുടെ മുന്നിൽ വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ പ്രൈവറ്റ് അറസ്റ്റ് നടത്താവുന്നതാണ്. അറസ്റ്റിന് ശേഷം 6 മണിക്കൂറിനകത്ത് കൃത്യമായി എന്ത് ചെയ്യണം, പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കണം. പോലീസ് ഉദ്യോഗസ്ഥന് അതൊരു വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് പ്രസ്തുത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണെന്ന് കൂടി ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 41 എന്ന് പറഞ്ഞാൽ എന്താണ് BNSSൽ സെക്ഷൻ 41? മജിസ്ട്രേറ്റിനായുള്ള അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മജിസ്ട്രേറ്റിനായുള്ള അറസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന എന്താണ്? സെക്ഷൻ 41 ആണ്. അതിൽ എന്താണ് പറയുന്നത്? ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെ മജിസ്ട്രേറ്റിനാണ്? ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തന്റെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അധികാര പരിധിയിലുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്വന്തമായോ മറ്റൊരു സ്വകാര്യ വ്യക്തിയെ കൊണ്ടോ അറസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഈ പറയുന്ന മജിസ്ട്രേറ്റിന് ആരെ വിട്ട് വേണമെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ട് വേണമെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയെ വിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യിപ്പിക്കാം. ആർക്ക് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും? ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ. ആർക്കൊക്കെയാണ്? ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ഒരു സ്വകാര്യ വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയോ മാർഗങ്ങളാലോ എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യിക്കാനായി കഴിയുന്നതാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പാണ് സെക്ഷൻ 41. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ശ്രദ്ധിക്കുക. അപ്പോ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ സ്വന്തമായോ മറ്റേതെങ്കിലും വ്യക്തിയാലോ എന്ത് ചെയ്യാൻ കഴിയും? അറസ്റ്റ് ചെയ്യിപ്പിക്കാനായി കഴിയുന്നതാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? BNSSലെ സെക്ഷൻ 41 എന്ന് പറയും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? 35-ൽ തുടങ്ങിയതാണ്. 35 പറഞ്ഞു, 36 പറഞ്ഞു, 37 പറഞ്ഞു, 38 പറഞ്ഞു, 39, 40 പ്രൈവറ്റ് അറസ്റ്റ് എത്തി. 41 ആരാളുള്ള അറസ്റ്റ് ആണ്? മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ് ആണെങ്കിൽ അത് 41 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് 42-ാമത്തത്. ഇത് പുതിയ സെക്ഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അറസ്റ്റിൽ നിന്ന് സായുധ സേനാംഗങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല മക്കളെ, ഇതിനകത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു ആർമി ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനെ നമുക്ക് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെ പോലീസ് ഉദ്യോഗസ്ഥന് നേരിട്ട് വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതില് അങ്ങനെ ഒരു സായുധ സേനയിലെ നമ്മൾ ഈ പറയുന്ന ഒരു ആംഡ് ഫോഴ്സ് ഓഫ് ആൻ അറസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സായുധ സേനാ അംഗമാണെന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ സമ്മതം വാങ്ങിയ ശേഷമല്ലാതെ കഴിയത്തില്ല. ഓക്കെ, ആ ഒരു കാര്യം അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു യൂണിയന്റെ സായുധ സേനയിലെ ഒരു അംഗത്തിനെയും അറസ്റ്റ് ചെയ്യാനായി പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് BNSSലെ സെക്ഷൻ 42-ലെ 1-ാമത്തെ ക്ലോസിനകത്താണ്. അങ്ങനെ പഠിച്ചാൽ മതിയാവും. അപ്പോ ഒരു ആർമി ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു സായുധ സേന അംഗത്തിനെ അറസ്റ്റ് ചെയ്യാനായി കഴിയില്ല. അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കേന്ദ്ര സർക്കാരിന്റെ സമ്മതം വാങ്ങിയ ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാനായി കഴിയുള്ളൂ. അല്ലാതെ ഒരു യൂണിയന്റെ സായുധ സേന അംഗത്തെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് BNSSലെ സെക്ഷൻ 42-ൽ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഒരു ആർമി ഉദ്യോഗസ്ഥൻ രവി ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്കെ, 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്തു. 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രവി ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിന്റെ സമ്മതത്തോടു കൂടി അറസ്റ്റ് ചെയ്തു. ഈ പറയുന്നതിൽ ഏതാണ് ശരി?
ഒരു ആർമി ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ ചുമ്മാ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രവി ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിനെ യൂണിയന്റെ കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, ഓക്കെയാണ്. ഓക്കെ, അപ്പോ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സായുധ സേനാ അംഗങ്ങളുടെ സംരക്ഷണം, അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണമാണെങ്കിൽ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 42-ലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇന്നത്തെ അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 43-ാമത്തെ സെക്ഷനാണ്. അതിൽ പറയുന്നത് ഹൗ അറസ്റ്റ് ഈസ് മെയ്ഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അറസ്റ്റ് നടത്തുന്നത്, എങ്ങനെ അറസ്റ്റ് നടത്തുന്നു എന്ന് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 43 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന, ഇത്രയും കാലം ചോദിച്ചു വന്നിട്ടുള്ള, ഇത് ചോദിക്കാൻ പോകുന്ന ഒരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. BNSSൽ എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 43 ഇതിൽ എന്താണ് പറയുന്നത്? വാക്കാലോ പ്രവൃത്തിയാലോ ഒരു വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ 43 വാക്കാലോ പ്രവൃത്തിയാലോ ഒരു വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണെന്ന് പറയുന്നത് സെക്ഷൻ 43 ഇതിൽ പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്തൊരു വ്യക്തിയെ, ശ്രദ്ധിക്കുക, കസ്റ്റഡിയിൽ കീഴടങ്ങാത്തൊരു വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിക്ക് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ താഴോട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് പറയുന്ന എന്താണ്? ഇപ്പോ ഒരു വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാൻ പോയി, അപ്പോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഞാൻ മറ്റേ വലിയ കിടിലാണെന്നൊക്കെ പറയാണ്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ പറയാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവില് നമ്മുടെ സാംസൺ തരംഗൻ ഉണ്ടല്ലോ, നമ്മുടെ പട്ടിയെ വിട്ട് കുട്ടിയെ കടുപ്പിച്ച സാംസൺ തരംഗൻ. അപ്പൊ സാംസൺ തരംഗനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പറയാണ് ഞാൻ എന്റെ കാറിൽ വന്നോളാം, അറസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാണ്. അപ്പൊ ബിജു പോലീസ് എന്താണ് ചെയ്യുന്നത്? അവിടെ സബ് ഇൻസ്പെക്ടർ തൂക്കിയെടുത്ത് പോലീസ് ജീപ്പിൽ ഇട്ടുകൊണ്ട് പോകുന്നു അല്ലെ. അപ്പൊ ചുമ്മാ ഒന്നും അങ്ങനെ, ദാറ്റ് മീൻസ് എന്താണ്, അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ റോളൊന്നും നമുക്ക് ഇറക്കി കളിക്കാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യുക? പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ചെയ്യണം. അല്ല ഇപ്പോ ബലം പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ ബലം പ്രയോഗിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ബലം പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു കൊഗ്നിസിബിൾ കുറ്റം ചെയ്തൊരു വ്യക്തി ആയിരിക്കണം. ദാറ്റ് മീൻസ് വാറണ്ട് ഇല്ലാത്ത ഏതെങ്കിലും, ദാറ്റ് മീൻസ് എന്താണ്, ഒരു കഠിനമായ ഒരു കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാം? മരണത്തിലേക്ക് കാരണമാക്കാവുന്ന ബലം നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നതാണ്. താഴോട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്തൊരു വ്യക്തി, മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറാൻ പറഞ്ഞാല് കയറാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ഒരു വ്യക്തിയെ ബലമായി അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാവുന്നതാണെന്ന് പറയുന്നത് BNSSലെ സെക്ഷൻ 43 എന്നാൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ത്രീ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സ്ത്രീ അല്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി, നമ്മുടെ ജ്യൂസ് കൊടുത്തു കൊന്ന ഗ്രീഷ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മയുടെ അടുത്ത് പറയാണ് വന്ന് വണ്ടി കയറ്, നീ ചെയ്തത് മഹാ തെറ്റാണ്, കൊലപാതക കുറ്റമാണ്, വന്ന് വണ്ടി കയറാൻ പറയുന്നുണ്ട്. ഗ്രീഷ്മ കയറുന്നില്ല. ഞാനാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, SI ആണ് ഞാൻ. എനിക്ക് ആ ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് വണ്ടി കയറ്റാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് വേണ്ടത്? അത് അവിടെ ഒരു വിമൻ പോലീസ് ഓഫീസർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു WPO അല്ലെങ്കിൽ WCPO അല്ലെങ്കിൽ ഒരു വിമൻ SI അവിടെ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. സ്ത്രീ അല്ലാത്ത പക്ഷം ആ ഒരു വ്യക്തിയെ, അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കൂടാതെ എന്നാൽ വാക്കാലോ പ്രവൃത്തിയാലോ സ്ത്രീ കീഴടങ്ങിയാൽ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തതായി അനുമാനിക്കപ്പെടാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ ഒരു വനിത വേണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കഷായം ഗ്രീഷ്മ എന്ത് ചെയ്തു? ഓൾറെഡി ഞാൻ കീഴടങ്ങി എന്ന് പറയുകയാണ്. കീഴടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അറസ്റ്റ് കൈവരിച്ചു. അങ്ങനെ അറസ്റ്റ് കൈവരിച്ച ഒരു വ്യക്തിയെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ എന്ന് പറയുന്ന ഒരു മെയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദാറ്റ് മീൻസ് കീഴടങ്ങാൻ സാധ്യതയില്ല, എന്നുവെച്ചാൽ കീഴടങ്ങിയില്ല, അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് തൊടാനായിട്ട് ഒരു മെയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കഴിയില്ല. അവിടെ ഒരു സ്ത്രീ തന്നെ വേണം. എന്നാൽ ആ പറയുന്ന സ്ത്രീ കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യാൻ ഒരു സ്ത്രീയുടെ അവകാശം അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇനി പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആള് അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഏതെങ്കിലും ബലപ്രയോഗം നടത്തിയാൽ
പോലീസ് ഉദ്യോഗസ്ഥനോ സ്വകാര്യ വ്യക്തിക്കോ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്, പക്ഷേ അതിന് വിസമ്മതിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കുതറി ഓടുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറ്റകൃത്യത്തിന്റെ തീവ്രതയും സ്വഭാവവും കണക്കിലെടുത്ത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കുമ്പോഴോ പോലീസ് ഉദ്യോഗസ്ഥന് കൈവിലങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥന് കൈവിലങ്ങ് ഉപയോഗിക്കാവുന്നതാണെന്ന് പറയുന്നത് BNSSലെ സെക്ഷൻ 43-3 ചിലപ്പോൾ ഈ സബ് ക്ലാസസ് ഒക്കെ എടുത്ത് ചോദിക്കും, അതുകൊണ്ടാണ് ഈ സബ് ക്ലാസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുറ്റകൃത്യത്തിന്റെ തീവ്രത അനുസരിച്ച് എന്ത് ചെയ്യാം, തീവ്രത അനുസരിച്ചും സ്വഭാവം അനുസരിച്ചും കൈവിലങ്ങ് അണിയിക്കാൻ കഴിയും. എല്ലാവരെയും കൈവിലങ്ങ് അണിയിക്കണമെന്നില്ല, തീവ്രത കൂടിയവർക്ക് മാത്രം കൈവിലങ്ങ് അണിയിച്ചാൽ മതി. അതാണ് ഇതിൽ പറയുന്നത്. സ്ഥിരം കുറ്റവാളികൾക്കോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യം, തീവ്രവാദം, മയക്കുമരുന്നുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യം, ആയുധങ്ങളും വെടിക്കോപ്പുകളും അനധികൃതമായി കൈവശം വയ്ക്കൽ, കൊലപാതകം, ബലാത്സംഗം, ആസിഡ് അറ്റാക്ക്, കള്ളനോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യം, മനുഷ്യക്കടത്ത്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ഭരണകൂടത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യം എന്നിവ ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന് കൈവിലങ്ങ് ഉപയോഗിക്കാനുള്ളത് അല്ലെ. അപ്പൊ എല്ലാവരെയും കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരെയും കൈവിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ കൈവിലങ്ങ് അണിയിക്കണമെങ്കിൽ ആർക്കൊക്കെയാണ് കൈവിലങ്ങ് അണിയിക്കേണ്ടത്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, തീവ്രവാദമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നവർക്കോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്കോ മയക്കുമരുന്നുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളവർക്കോ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ അനധികൃതമായി കൈവശം വയ്ക്കൽ, കൊലപാതകം, ബലാത്സംഗം, ആസിഡ് അറ്റാക്ക്, കള്ളനോട്ട്, മനുഷ്യക്കടത്ത്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ഇങ്ങനെയൊക്കെയുള്ള എന്താണ് കുറച്ച് ഇന്റൻസിറ്റി ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന കൈവിലങ്ങ് അണിയിച്ചാൽ മതി. അതുപോലെ തന്നെ വധശിക്ഷയോ ജീവപര്യന്തമോ ഇവ രണ്ടും ഒരുമിച്ചോ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള ബലപ്രയോഗം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 43-4 കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. വധശിക്ഷയോ ജീവപര്യന്തമോ ഇവ രണ്ടും ഒരുമിച്ച് ശിക്ഷ കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മരണം സംഭവിക്കുന്ന തരത്തിലുള്ള ബലപ്രയോഗം സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വധശിക്ഷയും ജീവപര്യന്തവും ഇവ രണ്ടും ഒരുമിച്ച് കിട്ടാൻ സാധ്യത ഉള്ള ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ രക്ഷപ്പെടാൻ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മരണം സംഭവിക്കുന്ന തരത്തിലുള്ള ബലപ്രയോഗം സ്വീകരിക്കാൻ കഴിയും അല്ലെ. ദാറ്റ് മീൻസ് എന്താണ്, 4-5 പേരെ വെട്ടിക്കൊന്നു. ഇപ്പൊ നമുക്ക് കേരളത്തില് വാർത്ത വച്ചാല് കാണുന്ന കംപ്ലീറ്റ് ഇതാണ്. വെട്ടിക്കൊല്ലുന്നു, ഷോക്കടിപ്പിച്ച് കൊല്ലുന്നു, ബാക്കിൽ നിന്ന് കുത്തുന്നു, കഴുത്തറുത്ത് കൊല്ലുന്നു, ഇതൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവൻ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു, അവൻ ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്താൽ പോലീസിന് അവിടെ വേണമെങ്കിൽ വെടിവെച്ചിടാൻ കഴിയും, വേണമെങ്കിൽ മരണം സംഭവിക്കുന്ന രീതിയിലുള്ള ബലപ്രയോഗം പോലീസിന് നടത്താം. അങ്ങനെയൊക്കെ പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷനാണ് സെക്ഷൻ 43-4 എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം 43-ാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്താണ് അറസ്റ്റ് എങ്ങനെ, അല്ലെങ്കിൽ ഇതിൽ 43-ൽ എന്താണ് പ്രതിപാദിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിൽ പറഞ്ഞു എന്തൊക്കെയാണ് പറയുന്നത്, വാക്കാലോ പ്രവൃത്തിയാലോ വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തി അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് ചെന്ന് വണ്ടി കയറുന്നതാണ് നല്ലത്. സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവര് ഈ പറയുന്ന അറസ്റ്റിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഒരു മെയിൽ ഓഫീസർക്ക് ആ ഒരു സ്ത്രീയുടെ മേൽ കൈവയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ ഒരു സ്ത്രീ അറസ്റ്റ് കൈവരിച്ചതായിട്ട് അംഗീകരിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. അതിപ്പോ സ്ത്രീ വേണമെന്നും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാനുള്ള ബലം അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ അയാൾ ശ്രമിച്ചാൽ ബലപ്രയോഗം നടത്താൻ പറ്റും അല്ലെ. അപ്പോൾ ബലപ്രയോഗം നടത്താൻ പറ്റും, ഏത് മാർഗത്തിലുള്ള ബലപ്രയോഗം വേണമെങ്കിലും നടത്താൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടതാണ്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കോടതിയിൽ ഹാജരാകുമ്പോഴത്തേക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിലങ്ങണിയിക്കാം. വിലങ്ങണിയിക്കുന്ന എല്ലാവർക്കും വിലങ്ങണിയിക്കണോ? വേണ്ട. പെറ്റി കേസൊക്കെ ആണെങ്കിൽ വിലങ്ങണിയിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇന്റൻസിറ്റി കൂടിയ കൃത്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായി വിലങ്ങണിയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഓടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വധശിക്ഷയോ ജീവപര്യന്തമോ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മരണം സംഭവിക്കുന്ന രീതിയിലുള്ള ബലപ്രയോഗവും സ്വീകരിക്കാനായി പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് എപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ PSC പരീക്ഷയിൽ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അസാധാരണമായ സാഹചര്യങ്ങളിൽ ഒഴികെ, എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇന്റൻസ് സിറ്റുവേഷനിൽ ഒഴികെ ഒരു സ്ത്രീയെയും എന്ത് ചെയ്യാൻ പാടില്ല, സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും, എന്ന് വെച്ചാൽ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം, ദാറ്റ് മീൻസ് രാത്രിയുള്ള സമയം, സൂര്യോദയത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂര്യോദിക്കുന്നതിന് മുൻപ്, അതായത് രാത്രി കാലങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏതാണ്, അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒഴികെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെച്ചാൽ വലിയ വലിയ കൊലപാതകമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം.
അസാധാരണമായ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല, സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും എന്ത് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്തരം അസാധാരണ സാഹചര്യം വന്നാൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വനിതാ പോലീസ് ഓഫീസർ രേഖാമൂലമുള്ള റിപ്പോർട്ട് തയ്യാറാക്കി പ്രാദേശിക അധികാര പരിധിയിലുള്ള 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്നും അനുമതി വാങ്ങേണ്ടതാണെന്ന് പറയുന്ന സെക്ഷനാണ് BNSലെ സെക്ഷൻ 43(5) എന്ന് പറയും. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ രേഖാമൂലം, ഇപ്പോ ഒരു സിറ്റുവേഷൻ, ഒരു വനിതാ തീവ്രവാദി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സൂര്യാസ്തമയവും അതുപോലെ സൂര്യാസ്തമയവും സൂര്യോദയവും നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി എന്ത് ചെയ്യണം, അവിടെ ഒരു വനിതാ പോലീസ് ഓഫീസർ ഉണ്ടാവണം. രേഖാമൂലം അതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യണം, 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് കൊടുത്ത് അനുമതി വാങ്ങേണ്ടതും ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ BNSSലെ സെക്ഷൻ 43 പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പറഞ്ഞത് അറസ്റ്റ് ഓഫ് എ പേഴ്സൺ അല്ലെ, വ്യക്തികളുടെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. അപ്പൊ ഇതിന് അല്ലെങ്കിൽ ഈ പറയുന്ന അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ചോദിച്ചാൽ 5ാമത്തെ അധ്യായമാണ്. ഏതൊക്കെ വകുപ്പുകളിലാണ്? 35ാമത്തെ സെക്ഷൻ മുതൽ 61 വരെയാണ് പറഞ്ഞത് അല്ലെ. അതിൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്ഷൻ 35 നമ്മൾ എന്താണ് പറഞ്ഞത്? സെക്ഷൻ 35 വാറണ്ട് ഇല്ലാതെ എപ്പോ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതാണ് സെക്ഷൻ 35. അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു? 36 നമ്മൾ പറഞ്ഞു അല്ലെ. 36 പറഞ്ഞത് അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 36 നമ്മൾ പറഞ്ഞു. അതിനുശേഷം 37 പറഞ്ഞ എന്താണ്? നിയുക്ത പോലീസ് ഓഫീസർ. ആരാണ് ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതാണ് 37 പറയുന്നത്. 38 എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം ചെയ്യുന്ന സമയത്ത് അഡ്വക്കേറ്റിനെ വിളിക്കാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശത്തെ കുറിച്ച് 38 പറഞ്ഞു. 39 നമ്മൾ എന്താണ് പറഞ്ഞത്? പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റിനെ കുറിച്ച് 39 പറഞ്ഞു. അതിനുശേഷം 40 നമ്മൾ എന്ത് പറഞ്ഞു? പ്രൈവറ്റ് അറസ്റ്റ് എന്താണെന്നുള്ള കാര്യം 40 പറഞ്ഞു. പിന്നെ നമ്മൾ 41 എന്ത് പറഞ്ഞു? മജിസ്ട്രേറ്റിനാണുള്ള അറസ്റ്റ് ആണെങ്കിൽ 41. 42 എന്താണ്? ഒരു സായുധ സേനയിലെ അംഗത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് 42. 43 എന്താണ്? എങ്ങനെ അറസ്റ്റ് ചെയ്യാം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 43 പറയുന്നത് എങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്നാണ് 43 പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോഴ്സിന്റെ ബാച്ച് എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫോഴ്സിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബാച്ചിനകത്ത് നിങ്ങൾക്ക് പോലീസ് കിട്ടും, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റിംഗ് കൂടി ഒരുമിച്ചുള്ളതാണ് ഈ പറയുന്ന 999. അഥവാ നിങ്ങൾക്ക് പോലീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഫയർമാൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. എക്സൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഫോറസ്റ്റ് ഓഫീസർ മാത്രം ചെയ്യെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ CPO ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഫോഴ്സ് നമ്മുടെ ഫയർഫോഴ്സ് ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഫോഴ്സ് എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടും പോകണ്ട, നേരെ നോളജ് ഫാക്ടറിയിലേക്ക് വന്നോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും മറ്റൊരു ക്ലാസ് വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.